നല്ല ആളാ. നേരെ രാജിന്റെ വീട്ടിലേക്കാ പോകുന്നത്. ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു. രാജി എയർപോർട്ടിലായിരുന്നു. അവള് ഞങ്ങളോട് ആളോടും പറഞ്ഞില്ല എയർപോർട്ടിലേക്ക് വരുന്ന കാര്യം. അങ്ങനെ ഞാൻ വരില്ല എന്റെ ഏട്ടനെ കൂട്ടെ. അതൊന്നും സാരമില്ല. എന്തായാലും അവിടെ രാജി നിക്കണ്ടേ? അങ്ങനെ ഒന്നുള്ളൂ. എന്നെ പോലെ തന്നെയല്ലേ എല്ലാവരും കാത്തിരിക്കല്ലേ ഏട്ടനെ കാണാൻ വേണ്ടിട്ട്. ഏട്ടൻ കേറ്, നല്ല നെയ്ച്ചോറും കോഴിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ. ഇതാര് ഗീതോ? ഏട്ടൻ വന്ന് എത്തിയില്ല. കറക്റ്റ് ടൈമിന് അവള് വിളിച്ചു. ഹലോ. നല്ല ആളാ സീനിയേഴ്സ്. എന്ത് പണിയാ കാണിച്ചത്? ഏട്ടനെ അവിടെ നിർത്താൻ പോവുക? ഏട്ടനെ 2 അല്ല പെങ്ങന്മാര് 3. ഇങ്ങോട്ടേക്ക് വേഗം വിടാൻ നോക്ക്. അതിനൊരാഴ്ചയായിട്ട് രാജിന്റെ വീട്ടിലായിരുന്നു. ഇപ്പൊ ഏട്ടനോട് വന്ന് എത്തിയിട്ടേളൂ. ഇവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ. നിങ്ങളുടെ ആർത്തിക്ക് ഒരു പരിധിയില്ലേ? മോന്റെ മെഡിസിനുള്ള പൈസ മുഴുവൻ വാങ്ങിയെടുത്തല്ലോ, പിന്നെ നിർത്തേണ്ട കാര്യമുണ്ടോ? ഇവിടെ വന്നിട്ട് എന്റെ മോളുടെ കല്യാണ കാര്യം സംസാരിക്കാനുണ്ട്. എനിക്ക് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഏട്ടനെ വിടുള്ളൂ. എനിക്ക് അത്യാവശ്യം നീ ഇങ്ങോട്ട് വാ. പിന്നെ എന്റെ കാര്യങ്ങൾ എനിക്ക് അവിടെ വന്നിട്ട് വേണല്ലോ സംസാരിക്കാൻ. പെട്ടികൾ മുഴുവൻ ഉണ്ടല്ലോ അല്ലെ? നിങ്ങൾ 2 കൂടി കാലിയാക്കാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ കാര്യം, വീടിന്റെയും സ്ഥലത്തിന്റെയും, അത് സംസാരിക്കണേ, മറക്കല്ലേ. അതൊക്കെ പറയാ. ഏട്ടൻ വന്ന് കേറിയല്ലേ ഉള്ളൂ. നമ്മള് പറഞ്ഞ പോലെ തന്നെ പറയണം, എന്നാലേ ഏട്ടൻ ഒപ്പിട്ട് തരും. എടി, ഏട്ടന്റെ പേർക്കുള്ള വീട് സ്ഥലവും നമ്മുടെ 3 പേർക്ക് ഒപ്പിട്ട് തരണം. അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഏട്ടന് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മള് 3 കൂടി ഒരു വീട് വെച്ചു കൊടുക്കും. അതല്ലേ പറയണ്ടുള്ളൂ. അത് ഞാൻ ഏറ്റുമോളെ. അന്ന് ശരി. നല്ല ആളാ. ഏട്ടനൊന്നും കഴിക്കാതിരിക്കുക. ആദ്യം ഇത് കഴിക്കി. ഇതെന്താ വേറെ ഏതോ വീട്ടിൽ വന്ന പോലെ ഇരിക്കുന്നത്? കഴിക്കേട്ടാ. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. നീ ആദ്യം മക്കളുടെ വിശേഷം പറയും. ഇത് എന്താണ് ഭക്ഷണം മുന്നിൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അല്ല, ബാക്കിയെല്ലാവരും പോയോ? അവരൊക്കെ പോയി. ഞാൻ ഡ്യൂട്ടിയിൽ എത്തിയുള്ളൂ. വീട്ടിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ ഇരുന്ന് പോയതാ. എന്തിനാ ഇവിടെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? പോയിക്കൂടെ? 4-5 വർഷമായില്ലേ കിട്ടുന്ന ലീവ് മുഴുവൻ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലേക്ക് ഒന്ന് പോയിട്ട് എല്ലാവർക്കും ഒന്ന് കണ്ടിട്ട് വാ. പെങ്ങളുടെ കളയും പോലെ മെഡിസിൻ പഠിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞു കുറച്ച് മാസം മുൻപ്. അതാ ഞാൻ പോകാതെ. നല്ലൊരു ചെലവുണ്ട്. ഇപ്പൊ പോയാലും ശരിയാവൂല. നിങ്ങൾ ഈ പ്രാരബ്ധങ്ങൾ ആലോചിച്ച് ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ? നമ്മുടെ കുടുംബക്കാരുടെ ആവശ്യങ്ങളെ നമ്മൾ എത്ര ചെയ്തു കൊടുത്താലും തീരില്ല. നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ ആവശ്യങ്ങളുള്ളത്? ഈ ഒരു പായ അതാണെങ്കിൽ ഇവിടുന്ന് കിട്ടും. പിന്നെ 2 പ്ലേറ്റ്. പിന്നെ ഞാൻ വന്ന അന്ന് മുതൽ കാണുന്നതാണ് ഈ 2 ഷർട്ടും കൊണ്ട് ഇങ്ങനെ മാറി ഇട്ടുകൊണ്ടിരിക്കുന്നത്. 10-28 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കല്ലേ. എന്നാൽ കല്യാണം കഴിച്ച് ഭാര്യ മക്കളുണ്ടോ? അതുമില്ല. എന്നാൽ പിന്നെ അവർക്ക് വേണ്ടി കഷ്ടപ്പെടാന്നെങ്കിലും പറയാം. നല്ല പ്രായത്തിൽ എനിക്ക് അതിനൊന്നും സമയം കിട്ടില്ല. അമ്മന്റെയും പെങ്ങന്മാരുടെയും അവരുടെ മക്കളുടെ കാര്യം നോക്കി നടന്നതാ. മതി. ഇതാ എല്ലാരും ഇങ്ങനെ വരുന്നു പോകുന്നു. നിങ്ങൾ മാത്രമാണ് ഇതാ ഈ ഒരു പായ 2 പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ കാലങ്ങളോട് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് പിന്നെ എന്റെ കുടുംബത്തോടെ ഇവിടെ നിൽക്കുന്നതെന്ന് പറയാം. ഇതിപ്പോ നിങ്ങളിങ്ങനെ കാലങ്ങളോടായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ കാണുമ്പോഴേ എനിക്കിനൊരു വിഷമം. അത് തൽക്കാലം ഇനി കുടുംബക്കാരെ കാര്യങ്ങളൊക്കെ വിട്. 10-28 വർഷം ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ മുഴുവൻ അവർക്ക് കൊടുത്തല്ലേ. അതിനുണ്ടാവില്ല അവരെങ്കിലും ഇഷ്ടം പോലെ. ഇനിയേ നാട്ടിലൊക്കെ ഒന്ന് ചെന്ന് ഒരു കല്യാണം കഴിച്ചൊന്ന് സെറ്റിൽ ആവാൻ നോക്കും. ഈ പ്രായത്തിലോ ഇനിയും അതൊന്നും ശരിയാവില്ല. അതിനിപ്പോ എന്താ കുഴപ്പമുള്ളത്? ഇനിയല്ലേ ജീവിതത്തിൽ കൂട്ടൊക്കെ വേണ്ടത്. എന്തിനാണ് ഇങ്ങനെ അന്റെ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? നാട്ടിലാണെങ്കിൽ ബന്ധുക്കളൊക്കെ അല്ലേ. ഒന്നെങ്കിലും സ്വന്തം മണ്ണല്ലേ അത്. അവിടെ ചെന്നാൽ അന്തസ്സായിട്ട് ജീവിച്ചൂടെ? ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് ഈ ഉണക്ക ചപ്പാത്തിയും കഴിച്ച് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഇനിയിപ്പോ നാട്ടിലേക്ക് എങ്ങാനും ചെന്നാല് നിങ്ങളുടെ പെങ്ങന്മാര് നിങ്ങളെ സ്വീകരിക്കില്ല എന്ന് വല്ലതുണ്ടോ? ആര്? എന്റെ പെങ്ങന്മാരോ? അവർക്കെന്നെ ജീവനാ. അവർക്കെന്നെ എത്ര സൽക്കരിച്ചാലും മതിയല്ല. ഒരു ഉത്സവം മതിയാ. പിന്നെന്താ പേടിക്കാനുള്ളത്? ഇത്രയും സ്നേഹമുള്ള പെങ്ങന്മാര് നാട്ടിലുണ്ടാകുമ്പോഴാണോ നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? തൽക്കാലേ നാട്ടിലേക്ക് പോകാനുള്ള കാര്യത്തെ കുറിച്ച് ആലോചിക്കും. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കാം. പിന്നെ 2 മാസത്തേക്കുള്ള ലീവ് ഞാൻ സാങ്ഷൻ ചെയ്തു തരാം. എന്തായാലും നാട്ടിലൊന്ന് ചെന്ന് നിൽക്ക്. അവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ നോക്കിയിട്ടെ എന്നോട് പറ. 2 മാസം കഴിയുമ്പോ ആ വിസ ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. പോരെ? പിന്നെ പോവല്ലേ? ഇനിയിപ്പോ ആലോചിക്കൊന്നും വേണ്ട. അത് തന്നെയാണ് നല്ലത്. ഞാൻ എന്തായാലും നാളെ വരാം.
വിഷയമാണല്ലോ. നിങ്ങൾ എന്താ ഇത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മണിക്കൂറായില്ലേ ഈ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക? ആരും ഇതുവരെ ഫോൺ എടുക്കുന്നില്ല. വിഷയാന്നോ പറയുന്നത്? കുഴപ്പമില്ല, നമുക്ക് 2 കിലോമീറ്റർ ഉള്ളൂ, നമുക്ക് അങ്ങോട്ട് പോവാം. ആ ഈ അടുത്തൊന്നും നാട്ടിലേക്ക് വന്നിട്ടില്ലല്ലേ? ഞാനൊക്കെ നാട്ടിലെ വേണ്ട ഒരു 5-6 കൊല്ലമായി. ആ എന്താ ലീവ് ഒന്നും കിട്ടില്ലല്ലോ അവിടുന്ന്? ലീവ് കിട്ടാണ്ടല്ലോ, അങ്ങനെ ഇരുന്ന് പോയതാ. ആണോ? ആ ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറി, പണ്ടത്തെ നാടൊന്നും അല്ല. വീട് പൂട്ടിയതാണോ? എന്നാ പിന്നെ ഒന്നുകൂടെ വിളിച്ചു പോയിക്കൂടെ? ഇല്ല, അവിടെ ആരും ഇല്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കൊടുക്കുന്നില്ല. ഒരു 10 കിലോമീറ്റർ അപ്പുറം എന്റെ വേറൊരു പെങ്ങളുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്നാ ശരി, പോവാ. മോനെ, അമ്മമ്മ, ഗേറ്റിന്റെ അകത്തൊരു സ്ട്രേഞ്ചർ. മോനെ, ഒരുപാട് ഭിക്ഷക്കാരും കുട്ടികളെ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മോനെ അകത്ത് കയറി വാ. എന്തൊരവസ്ഥയാ അത്! ഇതൊക്കെ എവിടെ നിന്ന് വരണോ, എങ്ങോട്ട് പോകുന്നോ, ഒരാൾക്കൊരു പിടുത്തൂല്ല. സ്വന്തം വീട്ടിൽ പോലും മക്കളെ പുറത്തിറക്കാൻ വഴിയില്ല. ഇത് ഞാനാണ്, വേറെ ആരുമല്ല. ആ അത് ശരി, ഏട്ടനായിരുന്നോ? ഇതെന്താ രാജിന്റെ അടുത്ത് പോയില്ലേ? നേരെ എന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഞാൻ വരുന്ന വഴിക്ക് നേരെ അങ്ങോട്ടാ പോയത്, പക്ഷെ വീട് പൂട്ടിയിരിക്കുന്നു, അവിടെ ആരും ഇല്ല. അവൾ എവിടെ പോകാൻ? ഞാൻ കുറച്ച് നേരത്തെ കൂടി വിളിച്ചതല്ലേ, അവൾ അവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ 2 മണിക്കൂറായി വിളിച്ചുകൊണ്ടിരിക്കുക, നമ്പർ ബിസി എന്നാ പറയുന്നു. ഏട്ടൻ നമ്പർ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും, പിന്നെ അങ്ങനെയല്ലേ പറയൂ. എന്റെ നമ്പർ എന്തിനാ ബ്ലോക്ക് ആക്കിയിരുന്നത്? ഞാൻ ഇന്നലെ കൂടി അവളെ വരുന്നവരെ വിളിച്ചു പറഞ്ഞതാ. അവൾ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. പെരും കള്ളിയാ, കാണുന്ന പോലെയൊന്നുമല്ല. ഏട്ടൻ എല്ലാ നേരത്തും തിരിച്ചു വരികയാണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ തുടങ്ങി അവൾക്ക് പ്രശ്നം. വീടും പൂട്ടി അകത്തിരിക്കുന്നുണ്ടാവും അവള്. എന്തായാലും തൽക്കാലം ഏട്ടൻ കയറാൻ നോക്ക്, ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ അവളെ. ഏട്ടാ, ഞാൻ എന്നാലേ പെട്ടിക്കെടുത്ത് പുറത്തു വെക്കട്ടെ. നിക്കട്ടെ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ പറയാം. നീ എനിക്കിട്ട് നല്ലൊരു പണി തന്നു അല്ലേ? നിക്കിട്ടാ, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ എല്ലാ മാരണങ്ങളും എന്റെ തലക്കാണല്ലോ. ആ ഏട്ടാ, അല്ല അവനോടെ ഒന്ന് വിളിക്കും. അവനെന്നെ ഹോസ്റ്റലിലല്ലേ ഉള്ളത്, എങ്ങനെ വിളിക്കാനാ? ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അവനൊന്ന് കാണണമെന്ന്. ഞാൻ വിചാരിച്ചു ഞാൻ 1 മണിക്ക് അവൻ എത്തിയിട്ടാണ്. പിന്നെ എനിക്കൊന്ന് കാണണം, ഒരു 100 പ്രാവശ്യം ഞാൻ വിളിക്കുന്നു. അവന് വരാൻ സമയമില്ല. പിന്നെ അപ്പൊ അവനിപ്പോ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. അവൻ ഡോക്ടറാകാൻ പോവുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാനും ആരെങ്കിലും കാണണം വരെ വരാനൊക്കെ അവന് സമയം വേണ്ട. അതിപ്പോ എനിക്ക് അറിയില്ലേ, അവൻ പഠിപ്പിക്കാനുള്ള ഞാനില്ല മുഴുവൻ അയച്ചത്. പക്ഷെ ആരുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെയും കാണാലോ. ആ ഏട്ടന് കുടിക്കാൻ ചായ വെള്ളം എന്തെങ്കിലും എടുക്കട്ടെ? എനിക്ക് വേണ്ട, ഞാൻ കുളിക്കട്ടെ. എനിക്ക് ഏത് റൂമോ? മേലത്തെ റൂമോ? മേലത്തെ റൂമോ? അങ്ങനെ ഒരു റൂം ഇവിടെ ഒഴിവില്ല. അപ്പൊ പിള്ളേരുടെ സാധനങ്ങൾ നിറച്ചു വെച്ചിരിക്കുക. പണ്ടത്തെ പോലെയാണ് വിചാരിച്ചിരിക്കണത്. ഇനിയിപ്പോ ഗീതുവിന്റെ വീട്ടിൽ പോകുന്നില്ലേ, കുളിയും ജപമൊക്കെ അവിടെ നിന്ന് മതി. എന്തായാലും ഏട്ടൻ ഇത്രയും ദൂരം വന്നില്ലേ, കുറച്ചു നേരം ഇരിക്കി, ഞാൻ മോരും വെള്ളം എടുക്കാം. അഞ്ച് പൈസയും കയ്യിലില്ല, വെറും കൈയോടെ കേറി വന്നിരിക്കുക. ആർക്കാവുന്ന വയസ്സുകാലത്ത് നോക്കെ? വണ്ടി എടുക്കട്ടോ, എനിക്ക് വേറെ സ്ഥലത്തും കൂടെ ഒന്ന് പോവാണ്ട്. ആ ആയിക്കോട്ടെ, കേറുന്നാല്.
നിന്റെ മുടിയൊക്കെ നരച്ചല്ലോ. എന്റെ മുടി മാത്രമേ നരച്ചിട്ടുള്ളൂ. രാജേഷിന്റെ സീനിയേഴ്സിന്റെ ഒന്നും അങ്ങനെയല്ല. എന്റേത് അമ്മേനെ പോലെയാ. ശരിയും രാജി ഒരുപാട് മാറിപ്പോയി. അവര് പണ്ടത്തെ ആൾക്കാരൊന്നും അല്ല. ഓ, അവരെ കാര്യമൊന്നും പറയാതിരിക്കണതാ ഭേദം. രണ്ടെണ്ണവും ഭയങ്കര സ്വാർത്ഥതയാണ്. ഞാനിപ്പോ വലിയ ലോബിയൊന്നും വെക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ വിളിക്കും, പറയും, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറം ഒന്നുമില്ല. അല്ല, ഏട്ടൻ എന്താ പരിപാടി? എവിടെ നിൽക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ തൽക്കാലം ഇവിടെ നിക്കാം. എനിക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. അയ്യോ, ഇവിടെ നിൽക്കാനോ? എന്തേ, ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്ന കുഴപ്പമുണ്ടോ? ഇല്ല, ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങളിപ്പോ ഒരു തീർത്ഥയാത്രയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയല്ലേ. എന്തായാലും 1-2 മാസം കഴിയും തിരിച്ചെത്താൻ. അതുവരെ ഇവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞാല് അതൊന്നും ശരിയാവില്ല ഏട്ടാ. അത് സാരമില്ല, ചാവി എണ്ണി തന്നാ മതി. 2 മാസമല്ലേ, ഞാനവിടെ നിന്നോളാം. അത് ശരിയാവൂല. ഒന്നാമത് സേതുവേട്ടന് ഇങ്ങനത്തെ ഒരു പരിപാടി ഇഷ്ടമല്ല. ഇവിടെ വില കൂടി ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളത്. അതിന്റെ ഇടയ്ക്ക് ഏട്ടന് ഇവിടെ വിശ്വസിച്ചാണ് വിട്ടിട്ട് പോകാൻ പറ്റുമൊന്നുമില്ല. ശരി, ഇവിടുത്തെ മുഴുവൻ സാധനങ്ങളും ഞാനല്ലേ വാങ്ങിച്ചെന്ന്. എന്നോട് വിട്ടത് എനിക്ക് ധൈര്യമില്ലല്ലേ? ഈ ഏട്ടൻ ഈ പണ്ടത്തെ കണക്കും കഥയും വാങ്ങിയതും കൊടുത്തതൊക്കെ പറയാനാണ് ഇവിടെ വന്നിരിക്കണെങ്കിലേ ഏട്ടൻ ഇവിടെ നിക്കണമെന്നില്ല. ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. വെറുതെ ആയിരിക്കില്ല രാജേഷും സീനേച്ചും ഒക്കെ പഠിക്ക് പുറത്താക്കിയത്. നല്ല ആൾക്കാരായിട്ടാ നിങ്ങള്. എന്നാൽ നിന്റെ അടുത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. 28 വർഷം എന്റെ ജീവിതം കഴിഞ്ഞ മിച്ചം. ഞാൻ സ്ഥിരമായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടില്ല. കുറച്ചു ദിവസം നിൽക്കട്ടെ ചോദിച്ചിട്ടുള്ളൂ. എന്റെ വീട് സ്ഥലം നിങ്ങൾ കയ്യിൽ തരുമ്പോഴേ നിങ്ങളൊരു വാക്ക് പറഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോ എനിക്കൊരു വീട് ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളെ 3-4 കൂടിട്ടേ അതെന്തിനും ഒരു തീരുമാനമൊക്കെ, എന്നിട്ട് ഞാൻ മാറാം. ഏത് വീടിന്റെ കാര്യമായിട്ട് നീ പറയുന്നത്? അതൊന്നും നടക്കില്ല. പണ്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു വിചാരിച്ചിട്ട് അതും പ്രതീക്ഷ ഇങ്ങോട്ട് വന്നിരിക്കുക. ഇവിടെ മഴ പെയ്തിട്ട് ഒരു വിറക് പോലെ കെട്ടണം എന്ന് പറഞ്ഞിട്ട് സേതുവണ്ണെ കൊണ്ട് ഇതുവരെ ആയിട്ടില്ല. പിന്നെയല്ലേ ഞങ്ങൾ നിങ്ങൾക്ക് വീട് കെട്ടിത്തരാൻ പോകുന്നത്. ഏട്ടാ, കാലമൊക്കെ മാറി. പണ്ടത്തെ കണക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഏട്ടാ ഇവിടെ നിൽക്കണ്ടേ. ഇപ്പൊ തന്നെ നിങ്ങൾ ഇറങ്ങിക്കോ, അതാ നല്ലത്. എന്റെ പെങ്ങന്മാരെ ഒരുപാട് വളർന്നു അല്ലേ, ഞാൻ മാത്രം എവിടെ എത്തില്ല. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇറങ്ങാം. പോകുന്ന വഴിക്ക് റാണിമണി ഒന്ന് കണ്ടിട്ട് വെക്കോട്ടെ. ഒരു കല്യാണ സമയത്ത് മാമന്റെ സ്വർണവും വേണം മാത്രം കൊടുത്തു. നേരിട്ട് വന്നില്ല കണ്ടിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അല്ല, അവളൊന്ന് കാണിട്ടെ. ആഹാ, കൊള്ളാലോ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. നീ ആ കണക്കും പറഞ്ഞിട്ട് അവളെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ നിൽക്കുക, എന്റെ മോളെ നാണം കെടുത്താനായിട്ട്. കല്യാണത്തിന് മുമ്പ് അവള് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ. ഇത് കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായില്ലേ. എപ്പോഴാണോ കല്യാണം കഴിഞ്ഞ കുട്ടീനെ കാണാൻ വേണ്ടി പോകുന്നത്? അതുള്ള സ്വർണത്തിന്റെയും പണത്തിന്റെയും ഒക്കെ കണക്കും പറഞ്ഞിട്ട് അവക്ക് ഒരു സ്വർണത്തിന്റെയും പണത്തിന്റെയും കണക്ക് ഓർമ്മയില്ല. ഇല്ലെങ്കിലും അത് കൊടുത്തതിനൊക്കെ കണക്ക് പറഞ്ഞിട്ട് പോകുക. ഈ മാമന്മാരെ കടമയൊക്കെ തന്നെയാണ് പെങ്ങളെ മക്കളെ പഠിപ്പിക്കലും കല്യാണം കഴിപ്പിച്ചു വിടലും ഒക്കെ. അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓർത്ത് വെക്കുകയല്ല വേണ്ടത്. ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിന് ഒരു വിലയില്ലേ. എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാം എന്റെ കൂടെ ഉണ്ടാന്ന് ഞാൻ വിചാരിച്ചു. ഒരു കുടുംബമില്ലാത്ത ഒരു വേദന ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ കുടുംബമൊക്കെ വേണ്ടിയിരുന്നെങ്കിലേ അതൊക്കെ ആയ കാലത്ത് ആലോചിക്കണം. അല്ലാണ്ട് ഈ വയസ്സാം കാലത്ത് വന്നിട്ടല്ല കുടുംബത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്. ഏട്ടൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും, സമയം കളയാണ്ട് പോവാൻ നോക്ക്. ഞങ്ങൾക്ക് ഇറങ്ങാനായി. സേതുവേട്ടൻ വന്നിട്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിട്ട് ഓരോന്ന് കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും. തന്ന സ്വർണത്തിന്റെയും പണത്തിന്റെയും ഒക്കെ കണക്കും പറഞ്ഞുകൊണ്ട്. പാർട്ടിക്ക് പോകാൻ വേണ്ടി ഡ്രസ് ചെയ്ത് നിന്നത് കൊണ്ട് നന്നായി. അതുകൊണ്ട് ഇപ്പൊ തീർത്ഥാടനം എന്ന് പറഞ്ഞിട്ടെങ്കിലും ഒഴിവായി. അല്ലെ ഇവിടെ തന്നെ തമ്പടിക്കില്ല. ആ സീനിയേഴ്സിനെ പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞൂടെ? കൊടുക്കുന്നുണ്ട് ഞാൻ ചേച്ചിക്ക് കണക്കിന്. മോനെ, എനിക്കൊരു ഉപകാരം ചെയ്യൂ. ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ സഹായിക്കും. പൈസ ഞാൻ തരാം. ആ, കുടുംബത്തിന് വേണ്ടിട്ട് ഗൾഫ് കിടന്ന് കുറെ കാലം കഷ്ടപ്പെടുണ്ടാവൂലേ. അവസാനം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ആർക്കും വേണ്ടണ്ടായില്ലേ. നിങ്ങളെ ഇതൊന്നും ഓർത്തിന് ടെൻഷൻ അടിക്കണ്ട. ചില ഗൾഫുകാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഒരു കാര്യം ചെയ്യ്, ടിക്കറ്റ് അല്ലേ അത് ഞാൻ എടുത്തുതരാം. ആ ബാഗ് ഇതാ, വന്ന് വണ്ടി കയറി.